സുവർണ ജൂബിലിയുടെ നിറവിൽ KSNDC കരിങ്കൽക്കുഴി. സുവർണ ജൂബിലി സാംസ്കാരികോത്സവം മാർച്ച് 4-ന് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കരിങ്കൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് KSNDCയുടെ സുവർണ ജൂബിലി സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 4 ചൊവ്വാഴ്ച കരിങ്കൽക്കുഴിയിൽ വെച്ചു നടക്കും. പ്രത്യേകം സജ്ജമാക്കിയ P. ജയചന്ദ്രൻ നഗറിൽ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികൾ ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. ആ ഉദ്ഘാടന പരിപാടിയോട് അനുബന്ധിച്ച് ഉത്തര കേരള ഗാനോത്സവം ലൈവ് റിയാലിറ്റി ഷോ ഏതാണ്ട് 10 പാട്ടുകാരിൽ നിന്നും പാട്ട് എൻട്രി സ്വീകരിച്ചു. ഫീമെയിലും മെയിലും സീനിയർ വിഭാഗത്തിൽ 1-2 സമ്മാനങ്ങൾ, ജൂനിയർ വിഭാഗത്തിൽ 1-2 സമ്മാനങ്ങൾ ലൈവ് റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P. അജയകുമാർ അധ്യക്ഷനാകും. അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP, ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സണും എഴുത്തുകാരിയുമായ ഡോക്ടർ KV ഫിലോമിന, കേരള യുവജനക്ഷേമ ബോർഡ് മെമ്പർ VK സനോജ്, കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അബ്ദുൽ മജീദ് എന്നിവർ മുഖ്യാതിഥികളാകും. കലാപരവും കായികവുമായിട്ടുള്ള കഴിവുകൾ, യുവാക്കളുടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കേവല ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ 50 വർഷക്കാലത്തിനിടയിൽ KSNDC സംഘടിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരിങ്കൽക്കുഴി വനിതാവേദിയുടെ സംഘാടനം. വനിതകളെ സാമൂഹ്യ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്ത് ആദ്യമായി നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. 1990-കളിലാണ് ആ വനിതാവേദി എന്ന സംഘടന. ആ വനിതാവേദികളുടെ നേതൃത്വത്തിൽ 10ഓളം സ്വാശ്രയ സംഘങ്ങൾ, ഇന്ന് കുടുംബശ്രീ എന്ന സംവിധാനം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ ഒരു സ്വാശ്രയ സംഘങ്ങൾ രൂപം കൊള്ളാനും ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാനും എല്ലാം KSNDC. അതുപോലെ KSNDCയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അമേച്വർ നാടകങ്ങളാണ്. എല്ലാ വർഷവും നാട്ടിലെ ആളുകളെ, കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ KSNDC അവതരിപ്പിക്കാറുണ്ട്. ഇതിനകം 40ഓളം നാടകങ്ങൾ KSNDC അവതരിപ്പിക്കുന്നു. ചെറുതും വലുതുമായ നാടകങ്ങൾ. ഞാൻ പറഞ്ഞ എണ്ണം വലിയ നാടകങ്ങളാണ്, ഏകാംഗ നാടകങ്ങളും ഒക്കെ. മിക്കവാറും മത്സരങ്ങളിൽ സമ്മാനിതരായിട്ടുണ്ട് KSNDC അവതരിപ്പിക്കുന്ന നാടകങ്ങൾ. അതുപോലെ ദർപ്പണ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ ഒരു കലാ പരിശീലന കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നൃത്തം, സംഗീതം, ചിത്രം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രദേശത്തെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി. 1994-ലാണ് 95-ലാണോ നെഹ്റു യുവ കേന്ദ്രയുടെ ഏറ്റവും മികച്ച യുവജന സംഘടനയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ളതാണ്. പിന്നീടും ഏറ്റവും നല്ല യുവജന പ്രവർത്തകർ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടുള്ള പ്രവർത്തകന്മാർക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നെഹ്റു യുവ കേന്ദ്രയും കേരള സംഗീത നാടക അക്കാദമിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് വളരെ വിപുലമായ പ്രവർത്തന മണ്ഡലമാണ് KSNDC. പരിസര പ്രദേശങ്ങളിലെ കലാ സാംസ്കാരിക കായിക സംഘടനകളുടെ പ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഡോക്ടർ R. ശ്യാംകൃഷ്ണൻ, കേരള ഫുട്ബോൾ ടീം അംഗം സച്ചിൻ സുനിൽ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. സംഗീത പ്രതിഭകളായ രതീഷ് കുമാർ, പല്ലവി രതീഷ് എന്നിവർ ചേർന്ന് KSNDC KVR വെഹിക്കിൾസ് കണ്ണൂർ വിഷൻ ഉത്തര കേരള ഗാനോത്സവം ഗ്രാൻഡ് ഫിനാലേക്ക് തുടക്കം കുറിക്കും. സംഗീത രംഗത്തെ ശ്രദ്ധേയരായ കമറുദ്ദീൻ കീച്ചേരി, ഡോക്ടർ ഷിജിരാജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ജില്ലകളിൽ നിന്നും ലഭിച്ച 40ഓളം പാട്ടുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 17 പേരാണ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുക. സീനിയർ വിഭാഗത്തിന് മികച്ച ഗായകൻ, ഗായിക എന്നിങ്ങനെയും 1-2 സ്ഥാനങ്ങൾക്കും ജൂനിയർ 1-2 സ്ഥാനങ്ങൾക്കും ക്യാഷ് അവാർഡും മൊമെന്റോയും സമ്മാനിക്കും.
തുടർന്നുള്ള മാസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ, സെമിനാറുകൾ, മത്സരങ്ങൾ എന്നിവ